നമസ്കാരം, ഞാൻ മൃണാൾ. മലകൾ, പുഴകൾ, പർവ്വതങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. ഈ പഴയ വയലാറൊക്കെ എന്തൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ? പക്ഷെ പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്ന ഒരു മനുഷ്യനും ആവറേജിന്റെ മേലെ പോകില്ല എന്നുള്ളത് അതിനു വേണ്ടി വാദിക്കുന്നവർക്ക് അറിയില്ല. അത് അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോവുകയാണ്. രാവിലെ ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കോളേജ് കുട്ടികൾ ധാരാളമായുള്ള ഒരു കോളേജിൻ്റെ തന്നെ ഫ്രണ്ടിലുള്ള ചെറിയ ഒരു ചായക്കട. സെൽഫ് സർവീസാണ്, രാമേശ്വരം കഫേയൊക്കെ പോലെ തന്നെ. പക്ഷെ അത്ര ഗ്ലാമർ ഒന്നുമില്ല. ഇത്തിരി ദോശ, ഇത്തിരി ഇഡ്ഡലി, ഇത്തിരി ചമ്മന്തി മതി. ഇനി ഫോണൊന്നുമില്ല, കഴിക്കാം. ഫോൺ വേണോ? അത് കൈയിട്ട് വാരി തിന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, ഇല്ലേ പിന്നെ കിട്ടൂല. നിങ്ങളൊക്കെ എന്ത് ഷൂട്ട് ചെയ്യുന്ന കഴിക്കുന്നില്ലേ? കഴിക്കടോ. ഇത് പരിപ്പ് വടയാ, പക്ഷെ ഇതിനകത്ത് എന്തൊക്കെയോ ഇലയുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് മാത്രം മേടിച്ച. ഞാൻ ഒരു ഓപ്പൺ മസാല ദോശ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. മസാല ദോശ, ഒരു പൊടി മസാല, നല്ല അമ്മാരി ഇഡ്ഡലി ഇഷ്ടം. ഓ, സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ പൂ പോലത്തെ ഇഡ്ഡലി. കൈയിട്ട് വാരിക്കടോ. പരിപ്പോടെ പോരാ, ചട്നിയും പോരാ. ഇത് ദോശ ഉണ്ടാക്കുന്ന ഒരുത്തനെ പൊക്കണം. ഇവനുണ്ട്, ഫോക്കസ് ചെയ്ത് തിന്നുക. അവിടെ ചെന്നപ്പെട്ട ഞാൻ ഒരു ലെമൺ റൈസ് പറഞ്ഞിരുന്നല്ലോ. ഇല്ല, ആ ബട്ടർ ഇഡ്ലി പൊള്ളി സാധനം കേട്ടോ. അല്ല, ലെമൺ റൈസ് ഉണ്ടോ? അപ്പൊ ലെമൺ റൈസ് കിട്ടിയിട്ടില്ല. മുസ്ലിങ്ങള് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാണ്ടല്ലോ 5 നിസ്കാരം കുറയ്ക്കുന്നാണ്. എനിക്കും തോന്നി ഏതോ പാവത്തിന്റെ മസാല വെച്ച് അടിച്ചു മാറ്റി. ഇത് മസാല വെച്ച് എനിക്ക് മനസ്സിലാവാത്ത ചെറിയ പിള്ളേർ, ആ കോളേജിൽ പഠിക്കുന്ന ചെറിയ പിള്ളേർ വരെ രാവിലെ റൈസ് കഴിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും കഴിക്കും റൈസ്? ഒരു കാപ്പിയിൽ 3 കാപ്പിയിലെ കാപ്പിപ്പൊടി ഇട്ടിരിക്കുക. ഓ, നല്ല രസമുണ്ട്. മലയാളികൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഉഷാറിൻ്റെ കേട്ടോ. പക്ഷെ എന്നിട്ടും ഇവിടെ ഒരു കാപ്പിക്ക് 15 രൂപയേ ഉള്ളൂ. അടയാർ ആനന്ദ ഭവനിൽ ഈ റോഡ് സൈഡിൽ നിന്നിട്ടല്ലല്ലോ കാപ്പി പിടിക്കുന്നു. ഭക്ഷണം നല്ല സുഖമായിട്ട് കഴിഞ്ഞെങ്കിലും എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ചെറിയൊരാഗ്രഹം. രാമേശ്വരം കഫേയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, അവിടെയും കൂടെ ഒന്ന് പോകണം. ഈ ടച്ച് സ്ക്രീൻ വെച്ചിട്ട് എനിക്ക് എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഓർഡേഴ്സ് എടുക്കണമെന്നുണ്ട്. പക്ഷെ അതിന് പറ്റുന്നൊരു കറക്റ്റായിട്ടുള്ളൊരു കമ്പനി റെഡി ആവുന്നില്ല. ഒരുപാട് ട്രയലുകൾ ചെയ്തു, ഒരുപാട് പണം ചിലവാക്കി. പക്ഷെ മര്യാദയ്ക്കൊന്ന് ട്രയൽ ചെയ്ത് സാറ്റിസ്ഫാക്ടറി ലെവലിൽ എത്തിയില്ല. ഇത് ചെയ്തു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ഇത്രേ പറഞ്ഞുള്ളൂ. അവിടെ ഒരു ലോഡ് ഭക്ഷണത്തിന് 270 റുപ്യ. ഇവിടെ ആകെ 3 പ്ലേറ്റിന് 330 റുപ്യ. ആക്ച്വലി ഉണ്ടല്ലോ, ഈ രാമേശ്വരം ഇഡലി അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ ആരെങ്കിലും രാമേശ്വരത്ത് ആക്ച്വലി പോയിട്ട് അവിടുത്തെ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? കംപ്ലീറ്റ് മുസ്ലിംസ് ആണ്. ആട്ടിറച്ചിയാണ് അവരുടെ പരിപാടി. ഈ രാമേശ്വരം എന്ന് പറയുന്നത് എന്തോ മറ്റേ ഈ ഹിന്ദു പുരാണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ഒരു വെജിറ്റേറിയൻ. എന്ത് വെജിറ്റേറിയൻ രാമേശ്വരത്ത്? അബ്ദുൽ കലാമിന്റെ നാടല്ലേ മുക്കോമര്. അത് നല്ല അധ്വാനിക്കുന്ന ചങ്ങായിമാര്. നമ്മൾ പണ്ടൊരു കാറ്ററിംഗ് നടത്താൻ പോയിട്ടുണ്ടല്ലോ. ഞാനല്ല, പണ്ടൊരു കാറ്ററിംഗ് നടത്താൻ പോയിട്ട് അതിന്റെ കഥ കേട്ടാണല്ലോ, ആടിനിങ്ങനെ വെട്ടി വെട്ടി തള്ളുമായിരുന്നു, എന്നിട്ട് മതിയായില്ല. ഇതുണ്ടല്ലോ, ഈ നെയ്യ് പൈപ്പ് ലൈൻ ഇട്ടിട്ട് കൊണ്ടുവരാന്ന് തോന്നുന്നു. എത്ര വേണ്ടി ഒരു തൊട്ടതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ നെയ്യല്ല. നല്ല ചട്നി. ഇവിടുത്തെ കാപ്പി അവിടുത്തെ കാപ്പിനേക്കാളും ക്വാണ്ടിറ്റി കുറവാണ്. ഇവിടുത്തെ കാപ്പി ഉഷാറാണ്. കൈയിട്ട് വാരി തിന്നേട്. എന്നെ ചില ബ്ലോഗിൽ അടിയിൽ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും, അവർ ഗ്ലൗസ് ഇട്ടിട്ടില്ല, നിങ്ങൾ സ്പൂൺ ഉപയോഗിച്ചില്ല.
എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക. ഇവിടെ പടച്ചോൻ സ്പൂൺ കൊണ്ട് തിന്നാനാണ് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ കൈക്ക് വരെ സ്പൂണല്ലേ ഇരിക. സംഭവം പടച്ചോണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ പ്രശ്നം, അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. അത് ഇലയിട്ട പൊരി